എല്ലാവർക്കും നമസ്കാരം. അഷ്യൂർഡ് ഇൻഷുറൻസ് സർവീസിന്റെ ഇൻഷുറൻസ് ഇൻഫോർമേഷന്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്നത് നോ ക്ലെയിം ബോണസിനെ കുറിച്ചാണ്. NCB അഥവാ നോ ക്ലെയിം ബോണസ് എന്താണ്, ഇതിന്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്, നമ്മൾക്ക് ഏതൊക്കെ വിധത്തിൽ ഇത് യൂട്ടിലൈസ് ചെയ്യാം, ഈ തെറ്റായിട്ട് നമ്മൾ ഒരു ഇൻഫോർമേഷൻ നോ ക്ലെയിം ബോണസിൽ കൊടുക്കുകയാണെങ്കിൽ പോളിസി എടുക്കുമ്പോൾ നമ്മൾക്ക് എന്തൊക്കെയാണ് നമ്മൾക്കുണ്ടാവുന്ന ദോഷങ്ങൾ അല്ലെങ്കിൽ നമുക്കുണ്ടാവുന്ന കോട്ടങ്ങൾ എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. NCB അഥവാ നോ ക്ലെയിം ബോണസ് എന്ന് വെച്ചാൽ ഒരു വാഹനത്തിന് ഒരു വർഷം 365 ദിവസം ക്ലെയിം കൂടാതെ ഒരു വ്യക്തിയുടെ സ്വന്തം ഉടമസ്ഥതയിൽ തുടർച്ചയായി ഉപയോഗിക്കുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു ബോണസ് ആണ്, ഒരു ബെനിഫിറ്റ് ആണ്. ഇത് ആ ഇൻഷുറൻസ് തീർന്ന് 90 ദിവസം വരെ അദ്ദേഹത്തിന് വാലിഡ് ആണ്. അതായത് അദ്ദേഹം ഇപ്പോൾ ഇൻഷുറൻസ് പുതുക്കാൻ വിട്ടുപോയാലും 90 ദിവസത്തിനുള്ളിൽ അദ്ദേഹം പുതുക്കുകയാണെങ്കിൽ ഈ ബോണസ് അദ്ദേഹത്തിന് ഉപയോഗപ്പെടുത്താം. ഇത് എല്ലാ വർഷത്തിലും ഇത് അവൈലബിൾ ആണ് അദ്ദേഹത്തിന്. ഓരോ വർഷത്തിലും ഈ 90 ദിവസം എന്നുള്ള ബെനിഫിറ്റ് അദ്ദേഹത്തിന് അവൈലബിൾ ആണ്. ഇതിന്റെ സ്ലാബ് വരുന്നത് ആദ്യത്തെ വർഷം ക്ലെയിം കൂടാതെ അദ്ദേഹം ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ 20% അദ്ദേഹത്തിന്റെ നോ ക്ലെയിം ബോണസ്. ഒരു വർഷം കഴിഞ്ഞു, ഇനി രണ്ടാമത്തെ വർഷമായി ക്ലെയിം ഇല്ലാണ്ട് ഒരു വർഷം ഉപയോഗിച്ചു, രണ്ടാമത്തെ വർഷവും ക്ലെയിം കൂടാതെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒരു പുതിയ വാഹനമാണെന്ന് ഉദ്ദേശിക്കുക. ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്യാൻ 20% കിട്ടും. ഇനി അടുത്ത വർഷം കംപ്ലീറ്റ് ആകുമ്പോൾ അത് 25% ആകും. അടുത്ത സ്ലാബ് 25 ആണ്. അതിനടുത്ത വർഷം ക്ലെയിം കൂടാതെ ഉപയോഗിച്ചാൽ അത് 35% ആകും. പിന്നീടുള്ള ഒരു വർഷത്തേക്ക് 45, നെക്സ്റ്റ് ഇയർ 50. മാക്സിമം ലിമിറ്റ് 50% ആണ് നോ ക്ലെയിം ബോണസിൽ വരുന്നത്. ഇതിൽ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോ വർഷവും അദ്ദേഹത്തിന് പ്രീമിയം കുറഞ്ഞു വരും. അതായത് തേർഡ് പാർട്ടി ബാധകമല്ല, തേർഡ് പാർട്ടി നമ്മുടെ ലയബിലിറ്റിക്കുള്ള കവറേജ് ആണ്. അദ്ദേഹത്തിന്റെ വാഹനത്തിന്റെ പ്രീമിയം, അതായത് ഓൺ ഡാമേജ് പ്രീമിയത്തിന്റെ ഓരോ വർഷത്തില് 20, 25, 35, 45, 50 ഈ രീതിയിൽ അദ്ദേഹത്തിന്റെ പ്രീമിയം കുറഞ്ഞു വരും. വാഹനത്തിന്റെ പ്രീമിയത്തിന് ഡിസ്കൗണ്ട് അദ്ദേഹത്തിന് കിട്ടും. അപ്പോൾ അത് അദ്ദേഹത്തിന് വളരെയധികം ഉപകാരപ്പെടും. കാരണം അദ്ദേഹത്തിന് ഇപ്പൊ വാഹനം ക്ലെയിം കൂടാതെ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ അദ്ദേഹത്തിന് വളരെയധികം പ്രീമിയത്തിന് ഡിസ്കൗണ്ട് കിട്ടും. ഇത് തെറ്റായി കൊടുക്കുകയാണെങ്കിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ക്ലെയിം വന്നാൽ ക്ലെയിം കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ടാവും. മെയിൻ ആയിട്ട് ഇത് സംഭവിക്കുന്ന ആർക്കാണെന്ന് വെച്ചാൽ ഈ ഓൺലൈൻ അഗ്രഗേറ്റേഴ്സിന്റെ പ്ലാറ്റ്ഫോംസിനൊക്കെ ഓൺലൈൻ പോളിസീസ് എടുക്കും. പൈസ കുറവാണെന്ന് കണ്ടിട്ടാണ് ആളുകൾ എടുക്കുന്നത്. പക്ഷെ അത് കറക്റ്റ്, ഇതിന് ഇൻഷുറൻസിന് അണ്ടർ റൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ ഉണ്ട്. അത് പ്രോപ്പർ ആയിട്ട് ചെയ്യാനാണ് കൺസൾട്ടൻസ് ഉള്ളത്. നിങ്ങൾക്ക് ഏതൊരു കമ്പനി നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത്, ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ പ്രിഫർ ചെയ്യുന്ന ആ കമ്പനി സെയിം കമ്പനി ചെയ്യുന്ന ഒരാളുടെ അടുത്ത് ചെന്നിട്ട് ആ ഡിസ്കൗണ്ട് അയാളോട് ചോദിച്ച് അയാൾക്ക് ചെയ്തു തരാൻ വേണ്ടി സാധിക്കും. അത് കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ട് എൻട്രി ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ. അപ്പൊ തെറ്റായിട്ടുള്ള ഒരു നോ ക്ലെയിം ബോണസ് നിങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാഹനത്തിന്റെ പ്രീമിയത്തില് നോ ക്ലെയിം ബോണസ് പ്രീമിയം വരുന്നത്, ഡിസ്കൗണ്ട് വരുന്നത് അദ്ദേഹത്തിന് ഒരു 20%, 25% ആണ് ഡിസ്കൗണ്ട് എടുക്കാന്ന് വിചാരിക്കുക മിനിമം. അദ്ദേഹത്തിന് അത് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ വാഹനത്തിന്റെ പ്രീമിയത്തിൽ ചിലപ്പോൾ ചെറിയൊരു വ്യത്യാസമായിരിക്കും അതുകൊണ്ടുണ്ടാവുക. ചിലപ്പോൾ ഒരു 1000 രൂപയോ 1500, 2000 അങ്ങനെയുള്ള ഒരു എമൗണ്ട് ആയിരിക്കും. ഇതിൽ 5000 ആയിക്കോട്ടെ, വലിയൊരു പ്രീമിയമുള്ള വാഹനമാണെന്ന് വിചാരിക്കുക. ക്ലെയിം വരുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു 4 ലക്ഷം രൂപയുടെയോ 3 ലക്ഷം രൂപയുടെയോ ഒരു ക്ലെയിം വന്നു. ആ സമയത്ത് 25% ആ ക്ലെയിം എമൗണ്ടിൽ നിന്നാണ് കട്ടിങ് വരിക. തെറ്റായ ഒരു നോ ക്ലെയിം ബോണസിന്റെ ഇത് കൊടുത്തത്. ആദ്യം തന്നെ അദ്ദേഹം ഈ NCB തെറ്റായി കൊടുത്തതിന്റെ എമൗണ്ട് അദ്ദേഹം NCB റിക്കവറി ആയിട്ട് അടയ്ക്കേണ്ടി വരും. കൂടാതെ അദ്ദേഹം ഈ ക്ലെയിം വരുന്ന സമയത്ത് അദ്ദേഹത്തിന് ഈ ഇത്രയും കട്ടിങ്ങും വരും. അപ്പോൾ നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് നോ ക്ലെയിം ബോണസ്. തെറ്റായ ഒരു നോ ക്ലെയിം ബോണസ് നിങ്ങൾക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കിയേക്കാം. അത് കറക്റ്റ് ആയിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ട് എടുക്കാൻ ശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വാഹനം, സെക്കൻഡ് ഹാൻഡ് വാഹനം വാങ്ങി. അപ്പോൾ വേറൊരു ഓണർ, നമ്മളെ പഴയ ഓണർ, ആ പോളിസിയിൽ അദ്ദേഹത്തിന് 50% അല്ലെങ്കിൽ 35% ഉണ്ട്. ഇത് ഒരു ഓണർക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ആണ് നോ ക്ലെയിം ബോണസ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്തു കഴിഞ്ഞാൽ ഈ നോ ക്ലെയിം ബോണസ് ലഭ്യമാവില്ല. 365 ദിവസം ഒരു ഉടമസ്ഥൻ അദ്ദേഹത്തിന്റെ ക്ലെയിം കൂടാതെ അദ്ദേഹത്തിന്റെ വാഹനം ഉപയോഗിക്കുകയാണെങ്കിൽ, ക്ലെയിം കൂടാണ്ട് അദ്ദേഹത്തിന്റെ വാഹനം 365 ദിവസം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മാത്രം കിട്ടുന്ന ഒരു ബെനിഫിറ്റ് ആണത്. നമ്മളുടെ ഓണർഷിപ്പ് മാറി നമ്മളൊരു വാഹനം എടുത്തു, ഒരു 6 മാസമായി പോളിസി, 6 മാസം കൂടി തീരാനുണ്ട്. അത് പേര് മാറ്റി കഴിഞ്ഞാൽ നമ്മൾ പുതുക്കുന്ന സമയത്ത് ആ നോ ക്ലെയിം ബോണസ് കൊടുക്കേണ്ടത് 0 എന്നാണ്. അത് ഇൻഷുറൻസ് എടുക്കുന്ന വ്യക്തി തെറ്റായി കൊടുത്താൽ നമ്മൾ കറക്റ്റ് ചെയ്യണം.
നമ്മളൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് എടുത്താലും നമ്മൾ കറക്റ്റ് ആയിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്യണം. അത് 0 ആയിരിക്കും. തുടർച്ചയായ 365 ദിവസം ഒരു ഉടമസ്ഥതയിൽ വാഹനം ക്ലെയിം കൂടാതെ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ഒന്നാണ് നോ ക്ലെയിം ബോണസ്. എല്ലാവരും അത് മൈൻഡ് ചെയ്യുക, മനസ്സിൽ വയ്ക്കുക. അപ്പോൾ ഇത് കൂടാണ്ട് നമുക്ക് നോ ക്ലെയിം ബോണസിന്റെ ഒരു വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നോ ക്ലെയിം ബോണസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു വാഹനം നമ്മളിപ്പോൾ ഉപയോഗിക്കുകയാണ്, ഒരു 5 വർഷം ഉപയോഗിച്ചു അല്ലെങ്കിൽ 10 വർഷം ഉപയോഗിച്ചു പുതിയൊരു വാഹനം എടുക്കുകയാണ്. അപ്പോൾ ഈ ഓണർക്ക് ഈ നോ ക്ലെയിം ബോണസ് കൊണ്ടിട്ടുള്ള വലിയൊരു ഉപയോഗമുണ്ട്. അദ്ദേഹം വാഹനം വിൽക്കുന്ന സമയത്ത് NCBയുടെ ചെറിയൊരു എമൗണ്ട് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. വാഹനത്തിന്റെ കാലപ്പഴക്കം അനുസരിച്ചിട്ട് ചെറിയൊരു എമൗണ്ട് ആയിരിക്കും പ്രീമിയത്തിൽ വരിക. ചിലപ്പോൾ 500, 1000, 2000 ഒക്കെ ആവാം. ഈ എമൗണ്ട് നമ്മൾ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് NCB സർട്ടിഫിക്കറ്റ്, നമ്മുടെ വാഹനം വിൽക്കുന്ന സമയത്ത് നമ്മൾ ഈ നോ ക്ലെയിം ബോണസിന്റെ എമൗണ്ട്, റിക്കവറി എമൗണ്ട് അടച്ചിട്ട് NCB സർട്ടിഫിക്കറ്റ് എന്നൊരു സർട്ടിഫിക്കറ്റ് കിട്ടും. ഇത് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മളുടെ പുതിയ വാഹനം എടുക്കുന്ന സമയത്ത് നമ്മൾക്ക് അതിൽ ഡിസ്കൗണ്ട്, വളരെ ഡിസ്കൗണ്ട് കിട്ടും. അതായത് നമ്മുടെ പ്രീമിയം 50% ഒക്കെ ആണെങ്കിൽ വലിയൊരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു എമൗണ്ട് ഡിഫറൻസ് ആയിരിക്കും പ്രീമിയത്തിൽ വരിക. അപ്പൊ അത് നമുക്ക് ക്ലെയിം ചെയ്തെടുക്കാനും നമ്മളുടെ പ്രീമിയത്തിൽ കുറവ് കിട്ടും. അത് കൂടാണ്ട് തുടർച്ചയായി പിന്നീടുള്ള വർഷങ്ങളിലും ക്ലെയിം ഇല്ലാണ്ട് ഉപയോഗിക്കുന്ന, വളരെ ശ്രദ്ധയോടെ വാഹനം ഉപയോഗിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ പിന്നീടുള്ള വർഷങ്ങളിൽ ആ കുറവ് അദ്ദേഹത്തിന് ലഭിച്ചു വരികയും ചെയ്യും. അത് വളരെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ നമ്മൾ പുതിയ വാഹനങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് പഴയ വാഹനങ്ങൾക്ക് നോ ക്ലെയിം ബോണസ് ഉണ്ടെങ്കിൽ അത് NCB സർട്ടിഫിക്കറ്റ് ആക്കി മാറ്റിയിട്ട് നമുക്ക് സൂക്ഷിക്കാം. ഇനി നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ടൊരു വാഹനം വാങ്ങാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ കൂടി 3 വർഷ കാലയളവിലേക്ക് നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് ഉപയോഗപ്പെടുത്താം. വിൽക്കുന്ന സമയത്ത് നമ്മൾ അതിന്റെ ഡോക്യുമെന്റ്സ് കാര്യങ്ങളെല്ലാം നമ്മൾ സിറോക്സ് ഒക്കെ എടുത്ത് വയ്ക്കുക. അപ്പോൾ നമ്മുടെ വാഹനം വിറ്റിട്ട് ഇപ്പോൾ 3 വർഷത്തിനുള്ളിൽ നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കും. അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ എല്ലാവരും നോ ക്ലെയിം ബോണസ് പരമാവധി ഉപയോഗപ്പെടുത്തുക. തെറ്റായ നോ ക്ലെയിം ബോണസ് ദയവായി കൊടുക്കാതിരിക്കുക. തെറ്റായ നോ ക്ലെയിം ബോണസ് നിങ്ങൾക്ക് വലിയ ഒരു സാമ്പത്തിക നഷ്ടത്തിലേക്കായിരിക്കും നിങ്ങളെ നയിക്കുക. ചെറിയൊരു പ്രീമിയം കുറവിന് വേണ്ടി ഒരിക്കലും തെറ്റായ നോ ക്ലെയിം ബോണസ് കൊടുക്കാതിരിക്കുക. അത് നിങ്ങൾക്ക് വിശ്വസ്തരായ ആളുകളിൽ നിന്നുമാണ് നിങ്ങൾ പോളിസി എടുക്കുന്നത്, അല്ലെങ്കിൽ ഗൈഡ് ചെയ്യാൻ ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് തന്നെ ആ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുക. പിന്നെ ഇതിൽ വേറൊരു അഡ്വാൻറ്റേജ് കൂടിയുണ്ട്. നമുക്ക് നോ ക്ലെയിം ബോണസ് നമുക്ക് പോവാതിരിക്കാനായിട്ട് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. പുതിയൊരു വാഹനം വാങ്ങുന്ന ആളുകളുടെ ഇൻഫർമേഷൻ ആണിത്. നിങ്ങൾക്ക് NCB പ്രൊട്ടക്ട് എന്നൊരു ആഡ് ഓൺ കവറേജ് ഉണ്ട്. ബമ്പർ ടു ബമ്പർ ഒക്കെ എടുക്കുമ്പോൾ അതിൽ NCB പ്രൊട്ടക്ട് എന്ന് പറയുന്ന ഒരു ആഡ് ഓൺ കവറേജ് ഉണ്ട്. ഈ NCB പ്രൊട്ടക്ട് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ അഡ്വാൻറ്റേജ് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് 1 വർഷം കഴിഞ്ഞു, ഒരു ക്ലെയിം വന്നു, അപ്പോൾ നിങ്ങളുടെ 20% നിങ്ങളുടെ NCB ഉണ്ടെങ്കിൽ ആ 20% നിങ്ങൾക്ക് ഉണ്ടാവും. ഇനി 50% നിങ്ങളുടെ NCB കിടക്കുന്നുണ്ട്, നിങ്ങൾ NCB പ്രൊട്ടക്ട് എടുത്തിട്ട് ആളാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കും, ആ 50% നിങ്ങളുടെ കൂടത്തില്ല. ഇപ്പോൾ 35 ആണുള്ളത്, അടുത്ത വർഷം ക്ലെയിം ഉണ്ടെങ്കിൽ 45 പോകില്ല, പക്ഷേ ആ 35 എക്സിസ്റ്റ് ചെയ്യും നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങളുടെ പ്രീമിയത്തിലെ കുറവ് നിങ്ങളെ എപ്പോഴും നിങ്ങൾക്കത് കിട്ടിക്കൊണ്ടിരിക്കും ഓരോ വർഷവും. അപ്പോൾ നിങ്ങൾ പോളിസികൾ എടുക്കുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഇൻഷുറൻസ് സംബന്ധമായ സംശയങ്ങളോ മറ്റെന്തെങ്കിലും ഞങ്ങളെ നമ്പർ കൊടുക്കുന്നുണ്ട്, ഞങ്ങളെ വിളിക്കുക. ഞങ്ങളെ കൊണ്ട് കഴിയുന്ന ഇൻഫർമേഷൻസ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇൻഷുറൻസ് എടുക്കാനും ഇൻഷുറൻസ് സംബന്ധമായ സർവീസുകൾക്കും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഞങ്ങൾ എല്ലാ കാറ്റഗറിയിൽ ഇൻഷുറൻസും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇവൺ നമ്മൾ കാറ്റിൽസ് തുടങ്ങിയിട്ട് നമ്മൾ എല്ലാം ചെയ്യുന്നുണ്ട്. അതായത് അഗ്രികൾച്ചർ ഇൻഷുറൻസ്, എല്ലാ ഇൻഷുറൻസും, മറൈൻ ആവട്ടെ, ഫയർ ഇൻഷുറൻസസ് ആവട്ടെ, ഹോം ഇൻഷുറൻസ്, ഏറ്റവും നല്ല പ്രീമിയത്തിൽ ഏറ്റവും കൂടുതൽ ഇൻഫർമേഷൻ കറക്റ്റ് ആയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ട് ഏറ്റവും മികച്ച പോളിസികൾ, ഇപ്പൊ നമ്മൾ ചെയ്യാൻ പറ്റാത്തൊരു കേസ് ആണെങ്കിൽ റോങ് ഇൻഫോ എന്നിട്ടൊരു പോളിസിക്കായിട്ട് നമ്മൾ ചെയ്യത്തില്ല. കറക്റ്റ് ആയിട്ട് നമ്മൾ പറയും, ചെയ്യാൻ പറ്റാത്തൊരു കേസ് ആണെങ്കിൽ പറ്റില്ല എന്ന് പറയും. അപ്പോൾ നിങ്ങൾക്ക് വിശ്വസനീയമായ ഒരു സർവീസ് ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇൻഷുറൻസിനെ കുറിച്ചുള്ള മറ്റ് ഇൻഫർമേഷനുമായിട്ട് ഞങ്ങൾ വീണ്ടും വരാം.